എടക്കാട്ടുവയൽ ഗ്രാമപഞ്ചായത്തിൽ 3-ാം വാർഡിൽ നിന്ന് ജനവിധി തേടുന്ന UDF സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട ബിജു തോമസിനോടൊപ്പം. എൻ്റെ പേര് ബിജു തോമസ്. എടക്കാട്ടുവയൽ പഞ്ചായത്തിലെ 3-ാം വാർഡിൽ മത്സരിക്കുന്നു. 2010 ഞാൻ ഈ വാർഡിൽ മത്സരിച്ചതാണ്. അന്ന് എൻ്റെ എതിർ സ്ഥാനാർത്ഥിയേക്കാൾ ഒരു 450 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഞാൻ ജയിച്ചത്. ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വാർഡായിരുന്നു. എന്നാൽ ഈ വാർഡ് പുനർനിർണയത്തിൽ വാർഡിൻ്റെ കുറേ ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അന്ന് 1600 വോട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 1170 വോട്ടാണ് ഉള്ളത്. പഞ്ചായത്തിലെ ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം 10 വർഷക്കാലം മുമ്പ് പുതിയതായിട്ട് വെട്ടിയ വഴികളൊന്നും ടാർ ചെയ്തിട്ടില്ല. ആ 10 വർഷക്കാലം ശരിക്കും ഈ വാർഡിനെ പിന്നോട്ടടിക്കുകയാണ് ഉണ്ടായത്. LDFിൻ്റെ ഭരണമായിരുന്നു ഈ വാർഡിൽ. പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിലാണ് കുറച്ചാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. ഹോസ്പിറ്റലിൽ ഒത്തിരി ശോചനീയ അവസ്ഥയിലാണ് മുമ്പോട്ട് പോകുന്നത്. അതിൻ്റെ ഒരു നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം പുതിയ കെട്ടിടങ്ങൾ പണിത് നല്ല രീതിയിൽ നവീകരിക്കേണ്ട ഒരു അത്യാവശ്യം നമ്മുടെ ഈ വാർഡിനെ സംബന്ധിച്ചോടും അതുപോലെ തന്നെ ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആവശ്യമുണ്ട്. പിന്നീട് എനിക്ക് പറയാനുള്ളത്, ഈ നമ്മുടെ വാർഡിൽ ഒത്തിരി പുതിയതായിട്ട് പല പദ്ധതികളും രൂപീകരിക്കാനുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ശോചനീയമായി കിടക്കുന്ന റോഡുകളുടെ അവസ്ഥയാണ്. വളരെ മോശമായ അവസ്ഥയാണ് റോഡിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ലൈറ്റുകളുടെ സ്ട്രീറ്റ് ലൈറ്റ് പൂർണ്ണമായിട്ടും വളരെ മോശമായ രീതിയിലാണ് കിടക്കുന്നത്. പകുതി പോലും പ്രവർത്തിക്കുന്നില്ല. അതിൻ്റെ എല്ലാം ഒരു നല്ല രീതിയിലുള്ള പ്രവർത്തനം ഈ വരുന്ന കാലഘട്ടത്തിൽ എന്നെ ഇവിടെ നിന്ന് ജയിപ്പിക്കുകയാണെങ്കിൽ അത് ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ഈ വാർഡിൽ നിന്ന് നല്ല ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.